ശ്രീ സി ആർ നീലകണ്ഠൻ, ഇപ്പോൾ കേരളത്തിലെ അക്രമ സംഭവങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ഉയർന്നു വന്നിരിക്കുകയാണ്. പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കപ്പെടുകയുണ്ടായി. BJP MP-മാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കാണുകയുണ്ടായി. അതിനുശേഷമാണല്ലോ കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് തലസ്ഥാനത്ത് സന്ദർശനത്തിനായി വന്നത്. CPM-ന് ഫലപ്രദമായി BJP RSS നീക്കത്തെ പ്രതിരോധിക്കുവാൻ കഴിയുന്നുണ്ടോ? ഇപ്പോൾ CPM നടത്തുന്ന കാര്യങ്ങൾ ഗുണകരമായി ഇവയെ പ്രതിരോധിക്കുവാൻ ഉതകുന്ന രീതിയിലാണോ, അതോ മണ്ടത്തരം സംഭവിക്കുന്നുണ്ടോ CPM-ന് ഭരിക്കുന്ന സമയത്ത്? ഒരു വാക്ക് അതിനു മുമ്പ് പറഞ്ഞോട്ടെ മഞ്ജുഷേ, ഞാൻ ക്ഷമ ചോദിക്കുന്നു. രാജേഷ് പല പ്രാവശ്യം ആണാണോ എന്ന് ചോദിച്ചു. ആ ചോദ്യങ്ങളൊന്നും ഇന്നത്തെ ഒരു കോണ്ടക്സ്റ്റിൽ ശരിയല്ല രാജേഷ്. എൻ്റെ സൗഹൃദം കൊണ്ട് പറഞ്ഞതാണ്. അത് ഞാൻ വേണമെങ്കിൽ ഫോണിൽ വിളിച്ച് പറയാം. കാരണം പുരുഷൻ അങ്ങനെയൊന്നുമല്ലോ. ആണായാലും പെണ്ണായാലും ട്രാൻസ്ജെൻഡർ ആയാലും റൈറ്റ് ഒന്നാണ് ഇന്ത്യയിൽ. ഞാൻ ചോദ്യത്തിലേക്ക് തീർച്ചയായും CPM പറഞ്ഞ ടോണിൽ തന്നെയാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഇങ്ങോട്ട് പറഞ്ഞ ടോണിലാണ് ഞാൻ മറുപടി പറഞ്ഞത്. അല്ല ആയിക്കോട്ടെ, CPM-ന് അല്ല ആ ഭാഷ വേണ്ട, ആണെന്ന് വേണ്ടെന്ന് പോട്ടെ. ചോദ്യം അതല്ല. ഈ CPM ഇക്കാര്യത്തിൽ നേരിടുന്ന രീതിയെക്കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസം കൃത്യമായുള്ള ഒരാളാണ്. രാഷ്ട്രീയമായി നേരിടാൻ പലപ്പോഴും CPM-ന് കഴിയാതെ വരികയും അതിൻ്റെ ഫലമായി കായികമായി പോവുകയും അത് BJP-യെ പോലെ ഒരു ഫാസിസ്റ്റ് അവരാർത്ഥത്തിൽ ജനാധിപത്യത്തെ ബഹുമാനിക്കുന്നു എന്ന് അവരൊരു കാലത്തും ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇപ്പോൾ അധികാരം കിട്ടിയ ജനാധിപത്യം ഉണ്ടെന്നല്ല. അതിപ്പോൾ ഡൽഹിയിലൊക്കെ ചെയ്യണം, ഞങ്ങൾക്കറിയാം. ഗവർണറെ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യണു. ഇപ്പോൾ അദ്ദേഹം അരാജകവാദി എന്ന് പറഞ്ഞാൽ കെജ്രിവാൾ 70-ൽ 67 സീറ്റ് കിട്ടിയിട്ടും അവരെ ഭരിക്കാൻ അനുവദിക്കാത്തൊരു ഗവർണറാണ്. പക്ഷേ ഇവിടെ CPM അതിനെ നേരിടേണ്ട രീതിയെക്കുറിച്ചാണ് മഞ്ജുഷിൻ്റെ ചോദ്യമെങ്കിൽ ഞാൻ അതിനോട് CPM-നോട് വിയോജിക്കേണ്ടി വരുന്നു, ശ്രീ റഹീം അടക്കമുള്ള. കാരണം ഒരു ഫാസിസത്തെ നിങ്ങൾക്ക് ഒരിക്കലും അക്രമം കൊണ്ട് നേരിടാനാവില്ല. ഇപ്പോൾ നേരത്തെ എണ്ണം പറയേണ്ടെന്ന് പറഞ്ഞു. എങ്ങനെ എണ്ണം പറഞ്ഞാലും 2 വശത്തും ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, മനുഷ്യരാണ്. ആ അർത്ഥത്തിൽ അങ്ങനെയാണോ അതിനെ നേരിടേണ്ടത് എന്ന ചോദ്യം CPM ചോദിക്കേണ്ടതുണ്ട്. മാത്രമല്ല അതൊരു ട്രാപ്പിലാണ് ഇപ്പോൾ CPM വീണു പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കൊലയ്ക്ക് കൊല, പകരം കൊല, ഇവിടെ ആകെ കൊലപാതകം, സമാധാനക്കുറവ് എന്ന രൂപത്തിൽ വന്നാൽ അത് തീർച്ചയായും ഇബ്രാഹിം പറഞ്ഞ് ഞാൻ ആദ്യം ഒരർത്ഥത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് പലപ്പോഴും രാഷ്ട്രീയ കൊലപാതകങ്ങൾ, അരാഷ്ട്രീയ കൊലപാതകങ്ങളാണ് സത്യത്തിൽ. അത് ആ കൊലപാതകങ്ങളിൽ ആളുകൾ ശിക്ഷിക്കപ്പെടാറില്ല. കാരണം അതിന് പകരം ആളുകളെ കൊടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകും. യഥാർത്ഥത്തിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നുവെന്ന് ഗവൺമെൻറ്റാണ് ഉറപ്പാക്കേണ്ടത്. അത് ഉറപ്പാക്കുമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ തടയാൻ കഴിയും. അത് BJP-കാരനായാലും RSS-കാരനായാലും കോൺഗ്രസ് ആയാലും ആം ആദ്മി ആയാലും കുറ്റം ചെയ്താൽ അയാൾ ശിക്ഷിക്കപ്പെടും. അതിന് ഗവൺമെൻറ് എന്നുള്ള അർത്ഥത്തിൽ അത് രാഷ്ട്രീയ പാർട്ടി ഏത് പാർട്ടിയായാലും അത് ചെയ്യണം. അങ്ങനെയുള്ളൊരു തീരുമാനം എടുക്കാൻ CPM-ന് കഴിയുന്നുണ്ടോ? ഇന്നിപ്പോൾ നേരത്തെ മഞ്ജുഷ് ചോദിച്ച ചോദ്യം, ഈ രക്തസാക്ഷികളെ അല്ലെങ്കിൽ പരിക്ക് പറ്റിയ ആളുകളെ, ജീവിതം നഷ്ടപ്പെട്ട ആളുകളെ അണിനിരത്തിക്കൊണ്ട് ഒരു പ്രകടനം നടത്തിയത് ശരിയായില്ല എന്ന് 100% വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത് വീണ്ടും ഒരു പ്രകോപനത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകണേ. അങ്ങനെ ഒരു പ്രകോപനം ഇപ്പോൾ കേരളത്തിൽ പാടില്ല. ആ പ്രകോപനം സഹായിക്കുക BJP-യെ തന്നെയാണ്. അതോടൊപ്പം തന്നെ ശ്രീ സി ആർ നീലകണ്ഠൻ മറ്റൊരു കാര്യം ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമുണ്ട്. ഇത് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിൽ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. നാട്ടിൽ ചിലർ ക്രിമിനൽ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരാകാം, അവർക്കും രാഷ്ട്രീയ ബന്ധമുണ്ടാകും. അവരുടെ പ്രവർത്തനത്തെ രാഷ്ട്രീയമായി കാണരുത്, അതായത് ക്രിമിനൽ പ്രവർത്തനത്തെ അങ്ങനെ തന്നെ കാണണം. ഈ രാഷ്ട്രീയ അക്രമ സംഭവങ്ങളുമായി അതിനെ ബന്ധപ്പെടുത്തരുത് എന്ന് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നടപടിയെയാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വിമർശിച്ചിരിക്കുന്നത്. അവിടെ ഒരു കുഴപ്പമുണ്ട്. കൊടി സുനിയെ കാണാൻ മറ്റേ കോടിയേരി ബാലകൃഷ്ണനും ജയരാജനും പോകുമ്പോൾ പ്രശ്നമുണ്ട് മഞ്ജുഷേ. അവിടെയാണ് പ്രശ്നം. ഇത്തരം ക്രിമിനലുകളെ കാണാൻ, അവരെ പിന്തുണയ്ക്കാൻ, അവർക്ക് ഫണ്ട് പിരിക്കാൻ, അവർക്ക് ജയിലിൽ സുഖസൗകര്യം ഒരുക്കാൻ CPM-ന്റെ നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്. BJP ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് രാഷ്ട്രീയ പിൻബലം കൊടുക്കുക ഈ ക്രിമിനലുകൾക്ക്. അത് പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ക്രിമിനലുകളായിട്ട് തന്നെ കാണണം. അങ്ങനെ മുഖ്യമന്ത്രി കണ്ടാൽ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം രാഷ്ട്രീയ നേതാവിനപ്പുറത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഏത് പാർട്ടിപ്പെട്ട ക്രിമിനലാണ് അദ്ദേഹം പറഞ്ഞ സ്പിരിറ്റ് ഭരണത്തിൽ കാണണം, രാഷ്ട്രീയ നേതൃത്വത്തിൽ കാണണം. ഈ ക്രിമിനലുകളെ പിന്തുണയ്ക്കാൻ, അവർക്ക് ഫണ്ട് പിരിക്കാൻ, അവരുടെ കുടുംബത്തെ സഹായിക്കാൻ ഒക്കെ രാഷ്ട്രീയ നേതാക്കൾ പോകുന്നു എന്നത് ഒരു രഹസ്യമൊന്നുമല്ല. കേരളത്തിൽ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അത് ഒരു പാർട്ടിയും പോകാൻ പാടില്ല. അങ്ങനെ പാർട്ടികൾ തീരുമാനിച്ചാൽ ക്രിമിനലുകളെ കൈയൊഴിഞ്ഞ അന്ന് രാത്രി തീരുമെടുത്ത അക്രമം കൈയൊഴിഞ്ഞാൽ മതി. പക്ഷേ കൈയൊഴിയുന്നില്ല. കാരണം ഇവർക്കൊക്കെ ഇത് മാത്രമല്ല, ഇപ്പോൾ ഇവിടുത്തെ മണൽ മാഫിയ, പാറമട മാഫിയ, മറ്റ് പലതരം മാഫിയകൾ
ഇതൊക്കെയായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ശരി ഞാൻ ഇടപെടുകയാണ് CR നീലകണ്ഠൻ. ഈ രണ്ട് കാര്യങ്ങൾക്കും റഹീമിന്റെ മറുപടി. റഹീം, ഒരു കാര്യം, മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് ക്രിമിനൽ പ്രവർത്തനത്തെ അങ്ങനെ തന്നെ കാണണം, അത് രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തരുത് എന്ന്, ആത്മവിമർശനം എന്ന രീതിയിൽ എടുക്കണമെന്നാണ് CR നീലകണ്ഠൻ പറയുന്നത്. അതുപോലെ തന്നെ രാജ്ഭവന് മുന്നിൽ ഈ അക്രമ സംഭവങ്ങളിൽ പരുക്കേറ്റവരെ അണിനിരത്തിക്കൊണ്ടുള്ള ശക്തി പ്രകടനം അതിന്റെ ആവശ്യമില്ലായിരുന്നുവെന്നും. ഒരു ശക്തി പ്രകടനവും നടത്തിയില്ല, അവരവിടെ ഇരിക്കുകയായിരുന്നു. ഇവിടെ 2 ദിവസമായിട്ട് കേരളത്തെ അപമാനിക്കുകയല്ലേ. TJ ജോസഫിൻ്റെ കൈവെട്ടിയത് CPM ആണെന്ന് കള്ളം പറഞ്ഞില്ലേ? ആ കൈവെട്ടിയ പോപ്പുലർ ഫ്രണ്ടുകാരൻ്റെ കൈകൊണ്ട് ഈ കേരളത്തിൽ ഏറ്റവും അധികം പേർ കൊല്ലപ്പെട്ടത് CPM-കാരാണ്. CR നീലകണ്ഠൻ അവരവിടെ പ്രചരണം നടത്തുമ്പോൾ ഇവിടെ അത് കണ്ടിട്ട് ഇവിടെ വരുന്നു. ഇപ്പം ഞങ്ങളിന്ന് അവിടെ നടത്തിയല്ലോ. അവിടെ ഒറ്റ ദേശീയ മാധ്യമങ്ങൾ വന്നില്ലല്ലോ. നിങ്ങളുടെ നാട്ടിൽ അത് വാർത്തയാക്കേണ്ടതാണ്. ഒരൊറ്റ ദേശീയ മാധ്യമങ്ങൾ അവിടെ ആ ഇരകളുടെ ഒരു ചിത്രമെടുക്കാൻ വന്നില്ലല്ലോ. എന്തേ വന്നില്ല? പൂർവ്വനിശ്ചിതമായ അജണ്ടയുണ്ടവർക്ക്. ആ അജണ്ടയുമായി അവർ വരുന്നത് ശ്രീ CR എത്ര കണ്ട് നിസ്സാരവൽക്കരിക്കുകയാണ്. എങ്ങനെയാണ് RSSനെ കാണേണ്ടത്? നിങ്ങൾ നോക്കൂ, ഞാൻ ഒരു ഭാഗം മാത്രം വായിക്കാം. ജസ്റ്റിസ് വിധേയത്തൽ കമ്മിറ്റി കേരളത്തിൽ ആദ്യമായി നടന്ന വർഗീയ കലാപം, തലശ്ശേരി വർഗീയ കലാപത്തെക്കുറിച്ച് പഠിച്ച കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ ഒരു ഭാഗം ഞാൻ വായിക്കാം. ഇൻ തലശ്ശേരി, ദ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് വെയർ ലിവിംഗ് ആസ് ബ്രദേഴ്സ് ഫോർ സെഞ്ചുറീസ്. The Mappila riots did not affect the cordial relationship that existed between the two communities in Talasheri. അടുത്ത വാചകം കേൾക്കണം. It was only after the RSS and the Janasangh set up their units and began activities in Talasheri that there came a change in the situation. മാപ്പിള കലാപത്തിന് പോലും കോട്ടം തട്ടിക്കാൻ കഴിയാത്ത വിധമുള്ള കമ്മ്യൂണൽ ഹാർമണി ഉണ്ടായിരുന്ന സ്ഥലമാണ് തലശ്ശേരി. വലിയ സൗഹാർദ്ദം മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ. പക്ഷേ എപ്പോൾ തെറ്റി? RSSും ജനസംഘവും അവരുടെ പ്രവർത്തനം ആരംഭിച്ച സമയം മുതൽ ഹിന്ദു മുസ്ലിം വിഭാഗീയത വർദ്ധിച്ചു. ഇത് CPM-ന്റെ പത്രക്കുറിപ്പല്ല. ഇത് RSSനെ കുറിച്ച്, കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് വിധേയത്തിൽ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ കിട്ടും. എടുത്തു നോക്ക്. ഈ RSSനെ പ്രതിരോധിക്കാൻ ഇന്ന് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു സംസ്ഥാനത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമാണ്. ശ്രീ CR നീലകണ്ഠൻ, കേരളത്തിൽ മാത്രം. നിങ്ങളുടെ അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹിയിൽ ഇറങ്ങി നടക്കണമെങ്കിൽ അവിടെ കപ്പം കൊടുക്കണം. കേരളത്തിൽ അത് വേണ്ട. ആ കേരളത്തിൽ അത് വേണ്ടാത്തത് ശ്രീ CR നീലകണ്ഠന് നിർഭയമായി സംസാരിക്കാൻ കഴിയുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധി ആക്രമിക്കപ്പെട്ടില്ലേ? ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയുള്ള, സുരക്ഷയുള്ള രാഹുൽ ഗാന്ധി എങ്ങനെ ആക്രമിക്കപ്പെട്ടു? കേരളത്തിലാണെങ്കിലും നടക്കുമോ? ചിന്തിക്കാൻ കഴിയുമോ? ഈ രാജ്യത്താകെ ജനങ്ങളെ തല്ലിക്കൊല്ലുന്നു, കേരളത്തിൽ നടക്കോ? ആക്രമിക്കുമ്പോഴേ ദളിതൻ കൈയുയർത്തിയൊന്ന് കൂപ്പി നിലവിളിക്കുന്ന പോലുമില്ല. റഹീം, താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നു ദേശീയ മാധ്യമങ്ങളുടെ പിന്തുണ പോലും കിട്ടിയില്ല എന്ന്. അതായത് തങ്ങൾ പൂർണ്ണ നിഷ്കളങ്കരാണെന്നും കേരളത്തിൽ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നുമുള്ള RSS BJP വാദത്തെ പൊളിക്കുവാനായിട്ട് നിങ്ങൾക്ക് പരിമിതമായി ഇത്തരത്തിലുള്ള സഹായമേ കിട്ടുകയുള്ളൂ. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അധികാരത്തിലിരിക്കുന്ന പാർട്ടി എന്ന നിലയ്ക്ക് ആയുധം കൊണ്ടു നടക്കാതിരിക്കുവാൻ ശീലിക്കേണ്ടത്. അതാണ് ഇത്തരത്തിലുള്ള പിന്തുണ കുറവാണ് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് വേണം. കേരളത്തെ കൊലക്കളമാക്കുന്നതിൽ എന്തായാലും പകുതി ഉത്തരവാദിത്വം RSSനെങ്കിൽ പകുതി ഉത്തരവാദിത്വം CPM-നും ഉണ്ടല്ലോ. പകുതി ഉത്തരവാദിത്വം രണ്ടുപേർക്കുമുണ്ടല്ലോ. അല്ല മഞ്ജുഷ്, ഇത് കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആദ്യത്തെ സംഭവമല്ല. നേരത്തെ ഇവിടെ പലരും പറഞ്ഞ പോലെ സീരിയസ് കില്ലിംഗ് നടന്നിട്ടുണ്ട്. അതൊക്കെ കാലക്രമത്തിൽ കുറഞ്ഞു വരുന്നുണ്ട്, എല്ലാ ഭാഗത്തും കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ അതിൽ CPM-നെ പോലൊരു പാർട്ടി ഭരണത്തിലില്ലെങ്കിൽ പോലും അതിൽ മുൻകൈ എടുക്കേണ്ടതുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം അണികൾക്ക് കൊടുത്തു വരികയാണ്. ഞങ്ങൾ അങ്ങനെ അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന പദവി ഞങ്ങൾക്കില്ല. പക്ഷേ RSS ബോധപൂർവം കലാപം ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടി അവർ നടത്തുന്ന കൊലപാതകങ്ങളെ എന്തേ നിങ്ങൾ തുറന്നു തീർക്കുന്നില്ല? മാധ്യമങ്ങൾ തുറന്നു തീർക്കുന്നില്ല? ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരം ജില്ലയിൽ നാരായണൻ നായർ എന്ന ഒരു മനുഷ്യനെ കൊന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു രക്ഷകർത്താവിനെ കൊല്ലുന്നത് മകനോടുള്ള വാശി തീർക്കാൻ. എന്തേ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ല? ഇവിടെ അതിൽ ഒരു തിരിച്ചടി നടന്നിട്ടില്ല, വേറെ കാര്യം. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു തരത്തിൽ RSSന്റെ ഈ ഭീകരതയെ, ബീഭത്സതയെ, അവരുടെ അജണ്ടയെ തുറന്നു കാണിക്കാൻ മാധ്യമങ്ങൾക്ക് പങ്കില്ലേ? ഞങ്ങളുടെ മാത്രം ബാധ്യതയായി മാറുന്നതുകൊണ്ട് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇവിടെ നിരാഹാരം അനുഷ്ഠിച്ചു. എന്തേ CPM പ്രവർത്തകർ ആക്രമിക്കപ്പെടുമ്പോൾ നിരാഹാരം അനുഷ്ഠിക്കുന്നില്ല? എന്തേ CR നീലകണ്ഠനെ പോലുള്ള പ്രവർത്തകർ, നിങ്ങളുടെ മാധ്യമം ഉൾപ്പെടെയുള്ളവർ എന്തേ RSSന്റെ പൊതിഞ്ഞു വെച്ച അജണ്ടയെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടാണോ? നിങ്ങൾക്ക് അവരുടെ രാഷ്ട്രീയ അജണ്ട, അവരുടെ ലക്ഷ്യം എന്തിനാണ് അവർ കേരളത്തെ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നത്?
നിങ്ങൾക്ക് മനസ്സിലാഞ്ഞ ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഒരു രാഷ്ട്രീയ കൊലപാതകവും നടക്കാത്ത ഒരു ഉമ്മൻചാണ്ടി വിശേഷിപ്പിച്ചിരുന്നു. പക്ഷേ അന്ന് UDF ഭരണകാലത്ത് 27 CPM-കാർ കൊല്ലപ്പെട്ടുവെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. രമേശ് ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ തന്നെ 12 CPM-കാരാണ് കൊല്ലപ്പെട്ടത്. അല്ല, ഞാൻ വീണ്ടും അതിലെ കണക്കുകളിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ 1.5 വർഷം കൊണ്ട് എത്രയായി നിങ്ങളുടെ കണക്ക് നോക്കേണ്ടി വരും, മഞ്ജുഷ നോക്കേണ്ടി വരും, അതിനെ കമ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ റഹീം പറഞ്ഞ വാദഗതികളെല്ലാം തെറ്റാണ്. ഇനി റഹീം പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ച്, പ്രതിപക്ഷ നേതാവ് BJP-കാരൻ മരിച്ചപ്പോൾ മാത്രമല്ല ഉപവാസം നടത്തിയിട്ടുള്ളത്. കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ CPM-ഉം BJP-യും കണ്ണൂരിൽ രാഷ്ട്രീയ കൊലപാതകം നടത്തിയിട്ടുണ്ട്. വടകരയിൽ സമാധാന യാത്ര നടത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ നടത്തിയിട്ടുണ്ട് അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ. അപ്പോൾ ഇത് ആദ്യമായിട്ടൊന്നുമല്ല. അങ്ങനെയൊന്നും വർഗീയവൽക്കരിക്കാനും അങ്ങനെയൊന്നും പിന്നോക്ക സമുദായത്തിനെ കൂടെ നിർത്താമെന്നൊന്നും വിചാരിക്കൊന്നും വേണ്ട. ഇതൊക്കെ ഒരു തട്ടിപ്പാണ്, രാഷ്ട്രീയ തട്ടിപ്പാണ്. ഇതിനപ്പുറമായിട്ട് അദ്ദേഹം പറഞ്ഞു വരുന്നത് ഇവിടെ കേരളത്തിൽ മാത്രമേ ഇവരെ തടഞ്ഞു നിർത്താൻ പറ്റുന്നുള്ളൂ, CPM-ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്തായാലും അദ്ദേഹം പശ്ചിമ ബംഗാളോട് പറയാൻ നന്നായി. കാരണം പശ്ചിമ ബംഗാളിൽ ഇപ്രാവശ്യം രാജ്യസഭയിലേക്ക് നോമിനേഷൻ കൊടുക്കാൻ ആളില്ലായിരുന്നു. അതിന് വേണ്ട MLA-മാരില്ല. അവിടുന്ന് ഒരു MBA ഉണ്ടാക്കണമെങ്കിൽ അവിടുന്ന് CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പോകണോ വേണ്ടതെന്ന് കോൺഗ്രസിൻ്റെ ഔദാര്യത്തിൽ തീരുമാനിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. മാത്രമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി കർണാടകത്തിൽ പോയി സംസാരിക്കണമെങ്കിൽ അവിടുത്തെ കോൺഗ്രസ് ഗവൺമെൻറ് ഒത്താശ വേണ്ടിയൊന്നും സഹായം വേണ്ടിയൊന്നും അവിടെ സംസാരിക്കാൻ അദ്ദേഹം ഭോപ്പാലിൽ പോയിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹമാണ് ഇതെല്ലാം നേരിടുന്നത് ഇന്ത്യ മുഴുവൻ. ഇത് പറയുന്നതിനൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ വേണം, അടിസ്ഥാനപരമായ കാര്യങ്ങൾ സംസാരിക്കണം. കേരളത്തിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഈ കുണ്ടിയുലുക്കി പക്ഷി കുഴുങ്ങുമ്പോൾ ഇത് ലോകം മുഴുവൻ കുഴുകാന്ന് തോന്നുന്ന CPM-ൻ്റെ നേതൃത്വം അത് മാറ്റിവെച്ചാലേ ഇതൊക്കെ തീരത്തുള്ളൂ. കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരക്കുകയാണ് റഹീമിനെ പോലുള്ളവർക്ക് നല്ലത്. അതായിരിക്കും ശരി, അതാണ് നല്ലത്. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം രാഷ്ട്രീയ പ്രചാരണത്തിന് വന്ന കേന്ദ്രമന്ത്രി രാജ്യത്തിനായി ജീവൻ നൽകിയ സൈനികരെ മറന്നോ? ഇടവേളയ്ക്ക് ശേഷം. ശ്രീ VV രാജേഷ്, താങ്കൾ നേരത്തെ പറയുകയുണ്ടായി വൈകിട്ട് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്ക് ഔദ്യോഗികമായ പരിപാടി, അദ്ദേഹത്തിന് വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള പരിപാടി ഉണ്ടെന്ന്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വൈകിട്ട് വാർത്താക്കുറിപ്പിലൂടെ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആരോപണം സൈനികന്റെ കുടുംബത്തോട് കടുത്ത അവഗണനയാണ് അരുൺ ജെയ്റ്റ്ലി കാണിച്ചതെന്നാണ്. അതായത് തിരുവനന്തപുരത്താണല്ലോ വ്യോമസേന ഉദ്യോഗസ്ഥനായ ലെഫ്റ്റനന്റ് അച്യുദേവിന്റെ വീട്. ആ വീട് സന്ദർശിക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല. എന്നിങ്ങനെ വകുപ്പ് തല പരിപാടി ഉണ്ടായിരുന്നുവെങ്കിൽ അതിലെന്തുകൊണ്ട് ഇതുകൂടി ഉൾപ്പെടുത്തിയില്ല? ഞാൻ ഒരു 2 പോയിന്റ് പറഞ്ഞിട്ട് അതിൽ തന്നെ ഇതിലേക്ക് വരും. സമയമില്ല. ഒന്ന് CR, ഞാൻ സാധാരണ നമ്മൾ കോളേജിലും സ്കൂളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ്. റഹീമിനോട് ഒരു സൗഹൃദത്തിലാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ മറ്റാരും മോശമാണെന്ന് അങ്ങനെയൊന്നും. ഇനി വേറൊന്ന് റഹീം പറഞ്ഞും കൂടി, മീഡിയാസ്, നാഷണൽ മീഡിയാസ് രാജ്ഭവൻ്റെ അങ്ങോട്ട് വന്നില്ല എന്ന് പറഞ്ഞു. 1917 ഞങ്ങളുടെ പാർട്ടി ആരംഭിക്കുന്നത് 1980-ലാണ്, ജനസംഘം 50-ലാണ്. 1917 ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ രാജ്ഭവന്റെ മുമ്പിൽ ഇത്രയും കാലമായിട്ട് നാഷണൽ മീഡിയാസ് മൈൻഡ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യം എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. ഞങ്ങളുടെ പറയുന്നത്. ഇനി മറ്റൊന്ന് മഞ്ജുഷ ചോദിച്ചത്, എന്തുകൊണ്ട് ശ്രീ അരുൺ ജെയ്റ്റ്ലി ആ സൈനികന്റെ മഞ്ജുഷേ, അത് CPM ഉണ്ടാക്കുന്ന ഒരു കൺഫ്യൂഷനാണ്. സാധാരണ പോകരുതെന്നല്ല ഞാൻ പറയുന്നത്. ഒരു കീഴ്വഴക്കം മന്ത്രിമാരൊക്കെ തന്നെ ഇങ്ങനെ ടൈറ്റായിട്ടുള്ള പ്രോഗ്രാം ഷെഡ്യൂൾ എടുത്ത് ഇത്തരം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാറില്ല. മാത്രവുമല്ല, ശ്രീ അരുൺ ജെയ്റ്റ്ലിയുടെ ഡൽഹിയിൽ നിന്നും കൺഫേം ചെയ്തു വന്ന പരിപാടിയിൽ ആ പരിപാടിയില്ല. രാവിലെ 11:15 അദ്ദേഹം 8 മണിക്കാണ് ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 11:15 മണി വരെയുള്ളൂ. 11:15 ശേഷം 5 മണിയുടെ ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഡിഫൻസിൻ്റെ മീറ്റിംഗ് മാത്രമാണ് പ്ലാൻ ചെയ്ത് വന്നത്. ഈ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കാൻ വേണ്ടി CPM ഇന്ന് രാവിലെ ചികഞ്ഞെടുത്ത് കൊണ്ടുവന്ന ഒരു സാധനമാണിത്. അദ്ദേഹം മന്ത്രി, പിന്നെ ഈ സൈനികൻ നമുക്ക് ദുഃഖകരമായിട്ടുള്ള വാർത്ത, സൈനികൻ കൊല്ലപ്പെട്ടപ്പോൾ നമ്മുടെ രാജ്യം നൽകേണ്ട എല്ലാ ആദരവും നൽകി സൈനികരെ. ചർച്ച അവസാനിപ്പിക്കണം. അതുകൊണ്ടാണ്. നന്ദി ശ്രീ VV രാജേഷ്, ശ്രീ CR നീലകണ്ഠൻ, ശ്രീ AA റഹീം, ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ഇനി അകമ്പുറം.